സ്റ്റാർ ചാറ്റാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അൽഫോൺസ് ആണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചേർന്നു ലാലി മുട്ടാർ. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ആയാലും മമ്മൂക്കയുടെ കൂടെ ആയാലും ജയറാം, അങ്ങനെ ഒരുപാട് ദിലീപ്, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? അതായത് ആഗ്രഹിച്ചു പോയി അതിനു വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്ന മൂവി ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ ഇപ്പൊ ചിന്തിക്കണത്? അങ്ങനെ പടം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എടുത്ത പടങ്ങൾ വരെ ഉണ്ട്. അതായത് നമ്മുടെ ഭ്രമരം എന്ന് പറഞ്ഞ ബ്ലസ്സിയുടെ വളരെ അടുത്ത നല്ല സുഹൃത്താണ് പുള്ളി. കഥ എഴുതും പോലും ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നിരുന്ന് എനിക്കതാ വേഷം, അതല്ലേ ലാലിക്ക് നല്ല വേഷം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഭ്രമരം എന്ന് പറയുന്ന പടം എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു മുടി വെട്ടിക്കണ്ട, താടി വെടിക്കണ്ട, ഒരു പാണ്ടിയുടെ വേഷം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരി അതുപോലൊക്കെ ചെയ്ത് അവിടെ ചെന്നൊരു കാക്കി പാൻറ്റും കാക്കി ഷർട്ടും ഒക്കെ ഇട്ട് ഞാൻ ചെയ്ത് എന്താ വേഷം ചെയ്യാൻ പോകുന്നത്? ഇത് നല്ല വേഷമാണ്, വരട്ടെ പറയാമെന്നും പറഞ്ഞ് എന്നെ സിറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്തുവാ മോഹൻലാലിൻ്റെ കൂടെ പ്രമരത്തിൽ അഭിനയിക്കുന്ന ഒരു മേനോൻ, ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് അവർ രണ്ടുപേരും കാറിനകത്തിരിക്കുന്നു. ഞാൻ ആ കാർ ഓടിച്ചുകൊണ്ട് രാത്രി കോയമ്പത്തൂർ സ്ട്രീറ്റിൽ കൂടെ വണ്ടി ഓടിച്ചു പോകണം. അതാ സാധനം എടുക്കേണ്ടത്. ഇടയ്ക്ക് പോലീസുകാർ ചെക്കിങ്ങിന് പിടിക്കുന്നു, അവരുമായിട്ട് നല്ല ഡയലോഗുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് വണ്ടി വിട്ടിട്ട് ഈ ഡ്രൈവർ നല്ല വേഷമായിരുന്നു. വണ്ടി ഓടിക്കാൻ എന്നെ നിയോഗിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മോഹൻലാലുണ്ട്, ഈ മേനോൻ എന്ന് പറയുന്ന നടനുണ്ട്, പിന്നെ ക്യാമറാമാന്, പിന്നെ എൻ്റെ ടെക്നീഷ്യൻസ്, അങ്ങനെ പലരും ഇതുമായിട്ട് ഈ വണ്ടിയിലുണ്ട്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് എൻ്റെ പാകപ്പഴം കൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ ഇത്രയും വിലപ്പെട്ട ആൾക്കാർക്കല്ലേ എൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ വേഷം ഇച്ചിരി ചെയ്തില്ലെങ്കിലും എന്ന് വെച്ചാൽ ഞാനൊരു സാക്രിഫൈസ് പോലെ ഞാനങ്ങ് മാറുക ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത്ര ആഗ്രഹിച്ചവിടെ ചെന്നതാണ് 2 മാസം കൊണ്ട്. ശരിയാണ് അല്ലേ? പക്ഷെ അതിനകത്ത് ഞാൻ വേറൊരു വേഷം ചെയ്തു ഭ്രമരത്തില്. ആ സിനിമ ഇറങ്ങി കഴിഞ്ഞ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ തന്നെ ശരിക്കും വിഷമം തോന്നി. ആ വേഷം ചെയ്യേണ്ടായിരുന്നു. കുറച്ച് അത് കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ കയ്യിൽ നിന്ന് അറിയാണ്ട് പോയി അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പോയി കഴിഞ്ഞ് തോന്നിയിട്ടുണ്ട്, അയ്യോ അത് പോയല്ലോ, അങ്ങനെ ആകായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ജീവിതം തിരിച്ചു കിട്ടിയത് ആഘോഷിക്കണ്ടേ? പാത്ത് പോ.